മിനസോട്ടയിലെ ആ ശൈത്യകാല പ്രഭാതത്തിൽ മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നില്ല. പകരം വായുവിൽ പടർന്നത് ഉണങ്ങാത്ത ചോരയുടെയും ചീഞ്ഞഴുകുന്ന രഹസ്യങ്ങളുടെയും രൂക്ഷഗന്ധമായിരുന്നു. ഗാരറ്റ് ജേക്കബ് ഹോബ്സ് എന്ന വേട്ടക്കാരന്റെ ശരീരത്തിലേക്ക് വിൽഗ്രാം 10 വെടിയുണ്ടകൾ പായിക്കുമ്പോൾ അത് വെറുമൊരു കൊലപാതകമായിരുന്നില്ല. മരിക്കാൻ കിടക്കുമ്പോൾ ഹോബ്സ് വില്ലിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവസാനമായി പറഞ്ഞ ആ വാക്ക് സി അതൊരു ചോദ്യമായിരുന്നില്ല, അതൊരു ശാപമായിരുന്നു. താൻ കണ്ടിരുന്ന ആ ഇരുട്ട് ഇനി നിനക്കുള്ളതാണ് എന്ന ശാപം. വില്ലിന്റെ ഉള്ളിലെ ഏതോ ഒരു നരകം ആ നിമിഷം തുറക്കപ്പെടുകയായിരുന്നു. ആശുപത്രിയിലെ മരവിപ്പിക്കുന്ന നിശബ്ദതയിൽ അബിഗെയിൽ ഹോബ്സ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അവളുടെ കഴുത്തിലെ മുറിവിൽ നിന്ന് ഒഴുകിയ ചോര തോർന്നിട്ടുണ്ടാകാം, പക്ഷേ അവളുടെ ഓർമ്മകളിലെ ചോര അപ്പോഴും ഉറവയെടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ചുറ്റും ഒരു വന്യമൃഗത്തെപ്പോലെ ജാക്ക് ക്രോഫോർഡ് വട്ടമിട്ടു നടന്നു. അയാൾക്ക് വേണ്ടിയിരുന്നത് നീതിയല്ല, ഉത്തരങ്ങളായിരുന്നു. ഹോബ്സ് കൊന്നൊടുക്കിയ ആ 8 പെൺകുട്ടികളുടെ ശരീരങ്ങളെവിടെ? ഒരു മനുഷ്യന് എങ്ങനെ ഇത്രയും ക്രൂരതകൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞു? ജാക്കിന്റെ സംശയം അബിഗെയിലേക്ക് നീണ്ടു. അവൾ വെറുമൊരു മകളായിരുന്നില്ല, മറിച്ച് തന്റെ അച്ഛന് ഇരകളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇരപിടിയൻ പക്ഷിയായിരുന്നു. ഹാന്നിബൽ ലെക്ടർ അവിടെയുണ്ടായിരുന്നത് മറ്റൊരു പൈശാചികമായ ലക്ഷ്യത്തോടെയായിരുന്നു. അയാൾ ആ ആശുപത്രി മുറിയിലെ നിഴലുകളെ സ്നേഹിച്ചു. ഹാന്നിബലിനെ സംബന്ധിച്ചിടത്തോളം അബിഗെയിൽ വെറുമൊരു പെൺകുട്ടിയായിരുന്നില്ല, അതൊരു പരീക്ഷണമായിരുന്നു. ഇവിടെയാണ് ഹാന്നിബൽ തന്റെ ആദ്യത്തെ തന്ത്രമായ ഐഡന്റിറ്റി റീഫ്രെയിമിംഗ് പുറത്തെടുക്കുന്നത്. ഹോബ്സ് ഇരകളെ കൊന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്നും അവരെ പൂർണ്ണമായി ഉപയോഗിക്കുന്നതിലൂടെ അവരെ ആദരിക്കുകയായിരുന്നുവെന്നും ഹാന്നിബൽ അബിഗെയിലിനെ വിശ്വസിപ്പിക്കുന്നു. ഒരു കൊലയാളിയുടെ രക്തം പേറുന്നവൾ എന്ന നിലയിലുള്ള അവളുടെ അപകർഷതാബോധത്തെ ഒരു വേട്ടക്കാരി എന്ന നിലയിലുള്ള അഭിമാനമാക്കി മാറ്റാൻ ഹാന്നിബൽ ശ്രമിക്കുന്നു. അബിഗെയിൽ കണ്ണു തുറന്ന നിമിഷം മുതൽ ഹാന്നിബൽ അവളെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ഐസൊലേഷൻ എന്ന തന്ത്രത്തിലൂടെ ജാക്ക് ക്രോഫോർഡിനെ പോലെയുള്ളവർ അവളെ വേട്ടയാടുമ്പോൾ താൻ മാത്രമേ അവളെ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് ഹാന്നിബൽ തോന്നിപ്പിക്കുന്നു. വില്ലിന്റെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. ഹോബ്സിനെ കൊന്നതിന്റെ ആഘാതത്തിൽ തളർന്ന വില്ലിനെ ഹാന്നിബൽ ഗ്യാസ് ലൈറ്റിംഗ് വിദ്യയിലൂടെ പതുക്കെ വഴിതെറ്റിക്കുന്നു. നിങ്ങൾ അയാളെ കൊന്നപ്പോൾ ഒരു പ്രത്യേക സംതൃപ്തി അനുഭവിച്ചില്ലേ എന്ന ചോദ്യത്തിലൂടെ വില്ലിന്റെ സ്വന്തം ചിന്തകളിൽ അയാൾക്ക് തന്നെ സംശയം ജനിപ്പിക്കുകയാണ് ഹാന്നിബൽ ചെയ്തത്. കഥ അതിന്റെ ക്രൂരമായ തലത്തിലേക്ക് മാറുന്നത് അബിഗെയിലിനെ അവളുടെ പഴയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതോടെയാണ്. ഓരോ ചുവരിലും ഹോബ്സ് ചെയ്ത ക്രൂരതകളുടെ മുദ്രകളുള്ള ആ കശാപ്പുശാലയിൽ വെച്ച് അബിഗെയിൽ നിക്കോളാസ് ബോയിലിനെ നേരിടുന്നു. അവിടെ വെച്ചാണ് അവൾ ഹോബ്സ് എന്ന് പറഞ്ഞ് സി എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായി തിരിച്ചറിയുന്നത്. നിക്കോളാസ് അവളെ ആക്രമിക്കാൻ വരുമ്പോൾ അവൾ ഭയപ്പെടുന്നില്ല. പകരം അവളുടെ അച്ഛൻ പഠിപ്പിച്ച കൊലപാതക വിദ്യകൾ അവളിൽ ഉണരുന്നു. ഒരു ചെറിയ കത്തിയെടുത്ത് അവൾ നിക്കോളാസിന്റെ വയർ കീറി മുറിച്ചപ്പോൾ അത് വെറുമൊരു ആത്മരക്ഷാർത്ഥമുള്ള നീക്കമായിരുന്നില്ല, അതൊരു ആനന്ദമായിരുന്നു. ചോര തെറിച്ച് വീണപ്പോൾ അവൾക്ക് തന്റെ അച്ഛന്റെ ഗന്ധം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഹാന്നിബൽ ആ കാഴ്ച കണ്ട് തൃപ്തിയോടെ ചിരിച്ചു. അയാൾ ഉടൻ തന്നെ ആ മൃതദേഹം ഒളിപ്പിക്കാൻ അവളെ സഹായിക്കുന്നു. ഒരു വലിയ കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുന്നതോടെ അവൾക്ക് ഇനി ഒരിക്കലും ഹാന്നിബലിനെ തള്ളിപ്പറയാൻ കഴിയില്ല. ഭയം, കുറ്റബോധം, രഹസ്യം എന്നിവയിലൂടെ അബിഗെയിലിനെ ഹാന്നിബൽ തന്നിലേക്ക് ചങ്ങലയിട്ട് പൂട്ടുന്നു. എപ്പിസോഡിന്റെ അവസാനം ഹാന്നിബൽ ആ വലിയ സത്യം വെളിപ്പെടുത്തുന്നു. ഹോബ്സിനെ അന്ന് ഫോണിൽ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയത് ഹാന്നിബൽ തന്നെയായിരുന്നു. തന്റെ ജീവിതം തകർത്തത് മുന്നിലിരിക്കുന്ന ഈ മനുഷ്യനാണെന്ന് അബിഗെയിൽ അറിയുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവൾ ഇപ്പോൾ ഒരു കൊലയാളിയാണ്. ഹാന്നിബലാണ് അവളുടെ ഏക രക്ഷകൻ. വില്ലും അബിഗെയിലും അറിയാതെ തന്നെ ഹാന്നിബൽ എന്ന മാസ്റ്റർ മാനിപ്പുലേറ്റർ അവരെ തന്റെ വികൃതമായ ലോകത്തെ പാവകളാക്കി മാറ്റിയിരിക്കുന്നു. ചോരയുടെ ഗന്ധമുള്ള ആ രാത്രി അവസാനിക്കുമ്പോൾ ഹാന്നിബൽ അവളോട് ചോദിക്കാതെ ചോദിക്കുന്നത് ഹോബ്സിന്റെ അതേ ചോദ്യം തന്നെയാണ്, സി